നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം. ഇടതുപക്ഷത്തിന് തിരുത്തലുകൾ ആവശ്യമെന്ന് ജോസ് കെ മാണി MP. കൂടിയാലോചനകൾ വേണം. തോമസ് ചാഴികാടന്റെ തോൽവിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പാലായിലെ പ്രസംഗമെന്ന് കരുതുന്നില്ലെന്നും ജോസ് കെ മാണി. കുമരകം കോണത്താറ്റ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണി ചൊവ്വാഴ്ച തുടങ്ങും. 16 പൈലുകൾ നിർമ്മിക്കും. ചെലവ് 16 കോടി രൂപ. പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുന്നു. 1-ാം ചരമവാർഷികം ഈ മാസം 18-ന് പുതുപ്പള്ളിയിൽ ഗവർണർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷത്തിന് തിരുത്തലുകൾ ആവശ്യമെന്ന് ജോസ് കെ മാണി MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും എല്ലാവരും ചേർന്നുള്ള തിരുത്തലാണ് ആവശ്യമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. ഇടതുപക്ഷത്തിന് തിരുത്തലുകൾ ആവശ്യമാണെന്ന് ജോസ് കെ മാണി MP. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയമാണ് ഉണ്ടായത്. ആ ജനവിധി മാനിക്കുന്നുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയൊരു പരാജയം വന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ആ ജനവിധി ഞങ്ങൾ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, വിനയത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമുക്ക് കാണേണ്ടത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന പാർട്ടി അംഗങ്ങളോ അങ്ങനെയുള്ളതല്ല. ഇടതുപക്ഷത്തിനോട് അനുഭാവമുള്ള, സ്നേഹിക്കുന്ന, എക്കാലത്തും സ്നേഹിക്കുന്ന ആളുകൾ, ജനവിഭാഗങ്ങളുണ്ട്. അവര് ഇടതുപക്ഷത്തു നിന്ന് അകന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അകലം കാണിച്ചു എന്നുള്ളത് ശരിയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ തിരുത്തലുകൾ ആവശ്യമാണ്. കൂടിയാലോചനകളിൽ കൂടി വേണം തിരുത്തൽ നടത്താൻ. ആ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നു, പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട്, ജനങ്ങളുടെ ഒരു പ്രതീക്ഷ നൽകേണ്ട, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അല്പം ഈ അനുഭാവികളായിട്ടുള്ളത് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിന് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ അത് കൂടിയാലോചിച്ച് എടുത്തേണ്ട തിരുത്തലുകളാണ്. എവിടെയാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ പാലാ പ്രസംഗമാണോ തോമസ് ചാഴികാടന്റെ തോൽവിക്ക് കാരണമായത് എന്ന ചോദ്യത്തിന് ഒരു പ്രസംഗം കൊണ്ട് ഒരാൾ തോൽക്കും എന്ന് കരുതുന്നില്ല എന്നായിരുന്നു ജോസ് കെ മാണിയുടെ മറുപടി. പരാജയത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പാലായിലെ പ്രസംഗമാണ് തോൽവിക്ക് കാരണമെന്ന് തോമസ് ചാഴികാടൻ പാർട്ടി ഉന്നതാധികാര സമിതി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം കുമരകം കോണത്താറ്റ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ചൊവ്വാഴ്ച തുടങ്ങും. 9 മാസം മുതൽ 12 മാസം വരെ പണി പൂർത്തീകരിക്കാനാണ് ശ്രമം. കോട്ടയം കുമരകം റോഡിലെ പ്രധാന പാലമാണ് കോണത്താറ്റ് പാലം. 4 മീറ്റർ മാത്രമായിരുന്നു പാലത്തിന്റെ വീതി. ഗതാഗത കുരുക്ക് നിത്യസംഭവമായതോടെ 2022 നവംബർ മാസത്തിലാണ് കോണത്താറ്റ് പാലം പൊളിച്ചു നീക്കിയത്. നിരവധി പ്രശ്നങ്ങൾ തരണം ചെയ്ത് 2023 അവസാനമായപ്പോൾ പാലം പണി പൂർത്തിയാക്കി. എന്നാൽ അപ്രോച്ച് റോഡിന്റെ പണികൾ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് വൈകി. കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം പണികൾ അനിശ്ചിതത്വത്തിലായിരുന്നു. 42 പൈലുകളിൽ 6 സ്പാനുകളിലായാണ് അപ്രോച്ച് സ്പാൻ മാതൃകയിൽ പ്രവേശന റോഡ് പണിയുന്നത്. ഇതിൽ 26 പൈലുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 16 പൈലുകളുടെ ജോലികൾ ചൊവ്വാഴ്ച തുടങ്ങും. 8 കോടി രൂപ അധികമായി വകയിരുത്തിയതോടെ ചെലവ് 16.75 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഈ മാസം 18-ന് 1 വയസ്സ് തികയുന്നു. അന്നേ ദിവസം പുതുപ്പള്ളിയിൽ നടക്കുന്ന ചരമവാർഷികം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് 1 വർഷമാകുന്നു. 1-ാം ചരമവാർഷികാചരണം ഈ മാസം 18-ന് പുതുപ്പള്ളിയിൽ നടക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തുന്ന അനുസ്മരണ പരിപാടി രാവിലെ 11 മണിക്ക് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പാരിഷ് ഹാളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 1000-ലധികം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ വിതരണം, വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കും. ജൂലൈ 14-ന് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കായി 1 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ചികിത്സാ സഹായ പദ്ധതി ഉദ്ഘാടനം നടക്കും. 15-ന് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ്, 16-ന് കന്യാകുമാരിയിൽ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം, 17-ന് തിരുവനന്തപുരത്ത് ചിത്രപ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 18-ാം തീയതി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും നടക്കും. ഉന്നത വിജയം നേടിയവർക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം, 20-ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ ക്യാമ്പ്, 21-ന് ബാഡ്മിന്റൺ, ക്രിക്കറ്റ് ടൂർണമെന്റുകൾ തുടങ്ങിയവയും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം കൈമാറി. മന്ത്രി VN വാസവൻ വീടുകളിലെത്തി ധനസഹായം കൈമാറി. കുവൈറ്റിൽ ഫ്ളാറ്റിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം ജില്ലക്കാരായ 3 പേരുടെയും വീടുകളിലെത്തി സർക്കാരിന്റെ ആശ്വാസധനം കൈമാറി. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ധനസഹായം കൈമാറി. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം, കുറിച്ചി മലകുന്നം കിഴക്കേടത്ത് ശ്രീഹരി പ്രദീപ്, പായിപ്പാട് പള്ളിക്കച്ചിറ കടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് ധനസഹായം കൈമാറിയത്. സർക്കാർ സഹായമായി 5 ലക്ഷം രൂപയും വ്യവസായി യൂസഫ് അലി നൽകിയ 5 ലക്ഷം, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക നൽകിയ 2 ലക്ഷം, വ്യവസായി രവിപിള്ള നൽകിയ 2 ലക്ഷം രൂപയാണ് കൈമാറിയത്. സ്റ്റെഫിൻ എബ്രഹാമിന്റെ മാതാപിതാക്കളായ സാബു എബ്രഹാം, ഷേർലി സാബു, ശ്രീഹരിയുടെ മാതാപിതാക്കളായ PG പ്രദീപ്, ദീപ K നായർ, ഷിബു വർഗീസിന്റെ ഭാര്യ റോസി തോമസ് എന്നിവർക്കാണ് ധനസഹായം മന്ത്രി നൽകിയത്. കുവൈറ്റിലെ ദാരുണമായ സംഭവം, തീപിടുത്തം, അതിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം ഇന്ന് കോട്ടയം ജില്ലയിലെ 3 വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് 5 ലക്ഷം രൂപ വെച്ച് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഓൾറെഡി അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ ലുലുവിന്റെ യൂസഫ് അലി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ, രവിപിള്ള പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ, ഒക്കാനായുടെ 2 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ മേനോൻ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ, ഇതെല്ലാം നോർക്ക വഴിയാണ് വിതരണം ചെയ്യുന്നത്. നോർക്കയുടെ പ്രതിനിധികൾ എത്തിച്ചേർന്ന് ഞങ്ങളെല്ലാം ചേർന്ന് ഇപ്പോൾ ഈ തുക മരണമടഞ്ഞവരുടെ ആശ്രിതരെ ഏൽപ്പിക്കുന്നതാണ് രാവിലെ തന്നെ. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, N രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T രഞ്ജിത്ത്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A അരുൺകുമാർ, നോർക്ക റൂട്ട് സെന്റർ മാനേജർ KR രജീഷ്, തഹസിൽദാർമാരായ PG മിനിമോൾ, KS സതീശൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയുടെ ജാമ്യവസ്തു വാല്യുവേഷന് 5-അംഗ സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 102ാം അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മാമൻമാപ്പിള ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏകീകൃത സോഫ്റ്റ്വെയർ സർക്കാർ ചെലവിലായിരിക്കും നടപ്പാക്കുക. ടാറ്റ കൺസൾട്ടൻസി സർവീസുമായാണ് കരാറിൽ ഏർപ്പെടുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് പൂർണ്ണ ചുമതല. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് 124.94 കോടി രൂപ ഇതിനോടകം സർക്കാർ തിരികെ നൽകി. ശേഷിക്കുന്നവർക്കുള്ള നിക്ഷേപത്തുക മടക്കി കൊടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. 12 കോടി രൂപയുടെ പുതിയ നിക്ഷേപവും ബാങ്കിലെത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പണയമടക്കമുള്ള നടപടികൾ കരുവന്നൂർ ബാങ്കിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ കോലിയക്കോട് കൃഷ്ണൻ നായർക്ക് മന്ത്രി സമ്മാനിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഹകരണ വകുപ്പ് മന്ത്രിയുടെ കോഓപ്പറേറ്റീവ് ഡേ പുരസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും സമ്മാനിച്ചു. അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നൽകുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരവും കോട്ടയം ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രവർത്തനത്തിൽ 100 വർഷം പിന്നിട്ട കോട്ടയം ജില്ലയിലെ 16 സഹകരണ സ്ഥാപനങ്ങളെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP അധ്യക്ഷനായി. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട്ട് കൃഷ്ണൻ നായർ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, സഹകരണ വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആന്റണി, സഹകരണ സംഘം രജിസ്ട്രാർ TV സുഭാഷ്, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന യുവാവിനും കുടുംബത്തിനും സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. വാടക വീട്ടിൽ കഴിയുകയായിരുന്നു ഈ നിർധന കുടുംബം. ക്യാൻസർ ബാധിതനായ യുവാവിനും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. വിജയപുരം പഞ്ചായത്ത് 10ാം വാർഡിൽ മാങ്ങാനം പ്ലാപ്പള്ളിപ്പറമ്പിൽ PP അരുണാണ് ക്യാൻസർ രോഗം മൂലം ജീവിതം പ്രതിസന്ധിയിലായത്. ഭാര്യയും 3 കുട്ടികളും തളർന്നു കിടക്കുന്ന പിതാവും ഉൾപ്പെടെയുള്ള കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അരുണിന്റെ ദുരവസ്ഥ അറിഞ്ഞ് നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിക്കുകയും പിരിവിലൂടെ ലഭിച്ച തുക ഉപയോഗിച്ച് സ്ഥലം വാങ്ങുകയും ചെയ്തു. തുടർന്ന് കളത്തിപ്പടി ക്രിസ്ത്യൻ പാലിയേറ്റീവ് കെയർ, മാങ്ങാനം ബഥേൽ മാർത്തോമ ചർച്ച്, കോട്ടയം റോട്ടറി ക്ലബ്ബ്
എന്നിവരുടെ സഹകരണത്തോടെ വീട് നിർമ്മിക്കുകയും ചെയ്തു. ഞായറാഴ്ച നടന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറി. റോട്ടറി ക്ലബ്ബ് കോട്ടയം ഡിവിഷൻ പ്രസിഡന്റ് ഡെന്നിസ് മണ്ണേത്ത് താക്കോൽ കൈമാറി. വാർഡ് മെമ്പർ ഷൈനി വേലങ്ങാടൻ, ജനകീയ സമിതി സെക്രട്ടറി PV രഘുനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഈ മാസം 19 മുതൽ 28 വരെ നടക്കും. തിരുനാളിന്റെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മാണി സി കാപ്പൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല ചർച്ച നടന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനായി യോഗം ചേർന്നു. പാലാ MLA മാണി സി കാപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലാ RDO KP ദീപ, DYSP K സദൻ, പാലാ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ്, ഡെപ്യൂട്ടി തഹസിൽദാർ മഞ്ജിത്ത് B, SI ബിനു VL തുടങ്ങിയവർ പങ്കെടുത്തു. തിരുനാളിനെ സംബന്ധിച്ച ക്രമീകരണങ്ങൾ കുറ്റമറ്റതായിരിക്കണമെന്ന് MLA മാണി സി കാപ്പൻ പറഞ്ഞു. തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് എല്ലാവിധത്തിലുമുള്ള സൗകര്യം ലഭിക്കുന്നതിന് എല്ലാ വകുപ്പുകളും കൂട്ടായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് RDO KP ദീപ അറിയിച്ചു. പ്രധാന തിരുനാളിന്റെ തലേ ദിവസമായ ജൂലൈ 27-നും പ്രധാന തിരുനാൾ ദിനമായ ജൂലൈ 28-നും ഗതാഗത ക്രമീകരണങ്ങൾ, ഹോട്ടലുകളിലെയും മറ്റുള്ളവർ വിൽക്കുന്ന ഭക്ഷണ വസ്തുക്കളുടെയും സുരക്ഷിതത്വം, ശുദ്ധജലത്തിന്റെ ലഭ്യത, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തൽ യോഗത്തിൽ നടന്നു. ഉദ്യോഗസ്ഥരുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും ഭാഗത്തു നിന്നുള്ള സമ്പൂർണ്ണ സഹകരണം അവർ ഉറപ്പു നൽകി. ജൂലൈ 27-28 തീയതികളിൽ ആവശ്യമായ പോലീസിനെ നൽകുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ, അനധികൃതമായ കടകളും വിൽപ്പനകളും നിരോധിക്കുക, വൈദ്യസഹായം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ, അളവ് തൂക്ക വിഭാഗത്തിന്റെ കടകളിലെ പരിശോധന, ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ പരിശോധനകൾ, തിരുനാൾ ദിവസങ്ങളിലെ വൈദ്യുതി ലഭ്യത സുഗമമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ, റോഡിലെ കുഴികൾ അടയ്ക്കുകയും ഓടകൾ വൃത്തിയാക്കുകയും ചെയ്യുന്നത്, KSRTC ബസ്സുകളുടെ ക്രമീകരണങ്ങൾ, മദ്യപരുടെ ശല്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ എന്നിവയെ സംബന്ധിച്ചെല്ലാം യോഗത്തിൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നൽകി. യോഗത്തിൽ അൽഫോൻസ കേന്ദ്രത്തിലെ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, ഇടവക വികാരി ഫാദർ സഖറിയാസ് ആട്ടപ്പാട്ട്, തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസീസ് ആനിത്തോട്ടത്തിൽ, വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര, സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ മാർട്ടിൻ കലറകൽ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പാലാ. KSRTC ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് KSRTC പാലാ ഡിപ്പോയിൽ BMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഒറ്റത്തവണ ശമ്പളം 5-ാം തീയതിക്ക് മുൻപ് നൽകുമെന്ന മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും വാഗ്ദാനം പാഴ്വാക്കായെന്നും യൂണിയൻ ആരോപിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VV മനോജ് അധ്യക്ഷനായി. അറിയിപ്പ്: 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം പ്രകാശനം ചൊവ്വാഴ്ച രാവിലെ 10:15 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ നിർവഹിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യചിഹ്നം അന്ന് കുഞ്ചാക്കോ ബോബൻ ജില്ലാ കളക്ടർക്ക് കൈമാറും. ജൂലൈ 10-ന് കളക്ടറേറ്റ് വിപഞ്ചിക ഹാളിൽ നടത്താനിരുന്ന ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ സിറ്റിംഗ് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് 2024 ജൂലൈ സെഷനിൽ നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ജൂലൈ 15 വരെ നീട്ടി. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 17 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. വിവരങ്ങൾ 9447666004 എന്ന നമ്പറിൽ ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം, ഇടതുപക്ഷത്തിന് തിരുത്തലുകൾ ആവശ്യമെന്ന് ജോസ് കെ മാണി MP. കൂടിയാലോചനകൾ വേണം. തോമസ് ചാഴികാടന്റെ തോൽവിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പാലായിലെ പ്രസംഗമെന്ന് കരുതുന്നില്ലെന്നും ജോസ് കെ മാണി. കുമരകം കോണത്താറ്റ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണി ചൊവ്വാഴ്ച തുടങ്ങും. 16 പൈലുകൾ നിർമ്മിക്കും. ചെലവ് 16 കോടി രൂപ. പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുന്നു. 1-ാം ചരമവാർഷികം ഈ മാസം 18-ന് പുതുപ്പള്ളിയിൽ ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.